നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരോട് വേണ്ടത് സംഘടനാപരമായ അകലങ്ങളല്ല, സംഘടനാപരമായ വിരോധങ്ങളല്ല. അവൻ സമസ്തക്കാരനാണ്, ഇവൻ ഏപ്പിക്കാരനാണ്, മറ്റവൻ വേറെ ഏതോ സംഘടനയിൽപ്പെട്ടവനാണ് എന്ന് പറഞ്ഞ് ദൂരം കാണിക്കേണ്ടവരല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ പറയുന്നത് പടച്ചതമ്പുരാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സർവശക്തനായ റബ്ബുണ്ട് എന്ന് അംഗീകരിക്കുന്ന അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്ന് അംഗീകരിക്കുന്ന മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അചഞ്ചലമായി വിശ്വസിക്കുന്ന, 5 നേരം നമസ്കരിക്കുന്ന, പരിശുദ്ധ റമദാൻ വരുമ്പോൾ നോമ്പെടുക്കുന്ന, കയ്യിൽ പണമുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കുന്ന, സ്വതക്ക കൊടുക്കുന്ന, ഹജ്ജിന് പോകുന്ന, ഉംറക്ക് പോകുന്ന ആളുകൾ അവരുടെ ഭാഗത്തു നിന്ന് പരിശുദ്ധ ദീനിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് ഘടകവിരുദ്ധമായ ആണിക്കല്ലിനെ ഇളക്കി കളയുന്ന ചില പ്രവർത്തനങ്ങൾ കൂടി ഉണ്ടാകുന്നുവെങ്കിൽ അവരോട് വലിയ നസീഹത്തോടുകൂടെ സംസാരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന സംഘടനയിലെ ഒരു പ്രവർത്തകൻ നാട്ടിലെവിടെയെങ്കിലും ഒരു മുജാഹിദിനെ കാണുമ്പോൾ അയാൾക്ക് മുജാഹിദ് പ്രവർത്തകനോടുള്ള മനോഭാവം എന്താണ് എന്ന് എനിക്കറിയില്ല. അവർ എങ്ങനെയാണ് മുജാഹിദുകളെ നോക്കിക്കാണുന്നത്, മനസ്സിലാക്കുന്നത്, മുജാഹിദുകളെ പറ്റി ചിന്തിക്കുന്നത് എന്ന് നമുക്കറിയില്ല. പക്ഷേ സാക്ഷാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, നാം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനിത് കാരന്തൂരിൽ വെച്ച് നിങ്ങളുടെ മുമ്പിൽ അഭിനയിക്കുകയല്ല സഹോദരങ്ങളെ. ഏതൊരു മനുഷ്യനും ഈ ലോകത്ത് ജനിച്ചു വീണ ഒരു മനുഷ്യനും സാധ്യമല്ലാത്ത, സഹിക്കാൻ കഴിയാത്ത ശിക്ഷയുടെ ഒരു ലോകത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ. ആളുകൾ പരലോകത്ത് വരുമ്പോ നരകത്തിൽ മുഖം കുത്തിയാണ് വീടുക. ആളുകൾ പരലോകത്ത് വരുമ്പോ നരകത്തിൽ മുഖം കുത്തിയാണ് വീടുക. യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ യഖൂലൂന. ആ നരകത്തിൽ കിടന്നുകൊണ്ട് അവർ പറയുന്ന ചില വാക്കുകളുണ്ട്. യാ ലൈതനാ അതഅനാല്ലാഹ വ അതഅന റസൂല. ഞങ്ങൾ അല്ലാഹുവിനെ അനുസരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. നിങ്ങൾ ഇത് കേൾക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം. ഇത് മുജാഹിദുകൾ വെക്കുന്ന അർത്ഥമല്ല. ഏത് വിഭാഗത്തിൽപ്പെട്ടവരും ഈ സൂറത്തിലെ ഈ ആയത്തിന് അർത്ഥം കൊടുക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന പദങ്ങൾ തന്നെയാണ് അതിനർത്ഥം കൊടുക്കാറുള്ളത്. ഞങ്ങൾ അനുസരിച്ചത് ഞങ്ങളുടെ കൂട്ടത്തിലെ വലിയ വലിയ ആളുകൾ, ഞങ്ങളുടെ കൂട്ടത്തിലെ വലിയ മശായിഖന്മാർ അവരനുസരിച്ചിട്ടാണ് ഞങ്ങൾ മതവുമായി മുന്നോട്ട് പോയത്, ഞങ്ങൾ ദീനുമായി മുന്നോട്ട് പോയത്. നബിദിനമുണ്ടോ എന്നൊരു ചോദ്യം വരുമ്പോ, നബിദിനം ആഘോഷിക്കാമോ എന്നൊരു സംശയം വരുമ്പോ, നബിദിനം അള്ളാഹുവിന്റെ ദീനിന്റെ ഭാഗമാണോ എന്നൊരു ഒരു പ്രശ്നം ഞങ്ങളുടെ മുമ്പിൽ ഉദിക്കുമ്പോ, അള്ളാഹുവിന്റെ കിതാബിൽ എന്തു പറഞ്ഞു എന്നതല്ല ഞങ്ങൾ പരിഗണിച്ചത്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ എന്താണ് ഉള്ളത് എന്നല്ല ഞങ്ങൾ പരിഗണിച്ചത്, ഞങ്ങളുടെ മഹല്ലിലെ ഉസ്താദ് എന്തു പറഞ്ഞു എന്നാണ്, ഞങ്ങളുടെ സംഘടനയുടെ നേതാവ് എന്തു പറഞ്ഞു എന്നാണ്. AP അബൂബക്കർ മുസ്ലിയാർ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഒരു കാര്യം പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തൊരു മുജാഹിദ് പറയുന്നതിന് എന്ത് പ്രസക്തി എന്ന് ചിന്തിച്ചിട്ടാണ് ഞങ്ങളൊക്കെ ജീവിച്ചത്. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ വലിയ വലിയ ആളുകൾ ഉണ്ടായിരുന്നു, വലിയ വലിയ ശൈഖുമാരുണ്ടായിരുന്നു, ഞങ്ങൾ വലിയ ആദരവ് നൽകിയ വലിയ വലിയ പണ്ഡിതന്മാർ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. നാഥ റബ്ബേ അളല്ലൂന സബീല, അവർ ഞങ്ങളെ വഴിപിഴപ്പിച്ച് കളഞ്ഞു റബ്ബേ എന്ന്. അല്ലാഹുവേ, നിന്റെ ദീനിന്റെ മാർഗത്തിൽ നിന്ന് ഞങ്ങൾ ആദരിച്ച, ദുനിയാവിൽ ഞങ്ങളേറെ സ്നേഹിച്ച, ഞങ്ങൾ ബഹുമാനിച്ച ഞങ്ങളുടെ സാദാത്തുക്കളും ഞങ്ങളിലെ കൂട്ടത്തിലെ വലിയ വലിയ ആളുകളും ഞങ്ങളെ പിഴപ്പിച്ച് കളഞ്ഞു റബ്ബേ. അളല്ലൂന സബീല, അവർ ഞങ്ങളെ പിഴപ്പിച്ച് കളഞ്ഞു റബ്ബേ. റബ്ബനാ, ഞങ്ങളുടെ നാഥ, ആതിഹിം ലഅഫൈനി മിനൽ അദാബ്, ഞങ്ങളെ നീ ശിക്ഷിക്കുമ്പോ ഞങ്ങൾക്കൊരു ആശ്വാസം കിട്ടാൻ ഞങ്ങൾക്ക് നൽകുന്നതിനേക്കാൾ ഇരട്ടി ശിക്ഷ നീ അവർക്ക് നൽകണേ. വൽ അൻഹും ലഅനൻ കബീറ, അല്ലാഹുവേ, വലിയ തോതിൽ നീ അവരെ ശപിക്കുകയും ചെയ്യണേ എന്ന് പറഞ്ഞിട്ടാണ് സഹോദരങ്ങളെ നാളെ പരലോകത്ത് കുറെ ആളുകൾ നരകശിക്ഷ അനുഭവിക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്.